ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഒരു ചെറിയൊരു മഴയുണ്ടായിരുന്നു കേട്ടോ. ഈ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ചിക്കൻ വിത്ത് mashed potatoes and mushroom. പരിപാടി ഇവിടെ ചേച്ചിമാര് രാവിലെ തൊട്ടേ ഇരുന്ന് പറിക്കാൻ തുടങ്ങിയതാ. നമുക്കിങ്ങനെ വെറുതെ റിലാക്സ് ചെയ്തിരിക്കാനായിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ഈ റിസോർട്ടില്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഞങ്ങളൊരു വീക്കെൻഡ് ട്രിപ്പ് പോവാണ് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ട്. ഞങ്ങളിവിടെ വൈറ്റ്ലയിൽ വന്ന് വെയിറ്റ് ചെയ്ത് കിടക്കുക. അവരിന്ന് പാലക്കാട് നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അവരും വന്ന് ജോയിൻ ആവും. നിങ്ങൾക്കറിയാം അവരെ, എൻ്റെ ദുബായ് വ്ളോഗൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. റെജിബയും രമ്യയും ഫാമിലിയാണ്. അപ്പോൾ അവരുടെ കൂടെ ഒരു കുമരകത്ത് അല്ലേ, കുമരകം ഗ്രാൻഡ് റിസോർട്ട് ആൻഡ് സ്പാ. അപ്പോൾ അത് ലേക്ക് റിസോർട്ടല്ലേ, അതൊരു ലേക്ക് റിസോർട്ടാണ്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളവിടെ 2 ദിവസം അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവരും കൂടി വന്ന് ജോയിൻ ആയിട്ട് പറയാം. ഇപ്പം നമ്മളെവിടെ എത്തി? നമ്മളിനി എത്ര സമയം കൂടി എടുക്കും അങ്ങോട്ട് എത്താൻ? ഇതാണ് രമ്യ. ഞങ്ങള് പിള്ളേരെ എല്ലാം അപ്പുറത്തെ വണ്ടിയിലോട്ടാക്കി കേട്ടോ. ഞങ്ങളെല്ലാവരും ഈ വണ്ടിയിലിരുന്നു. ഇനിയൊരു എത്ര 45 മിനിറ്റ് അല്ലേ, 20 മിനിറ്റ്സ്. ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ലോബിയാണ് കേട്ടോ ഇത്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പോലെ ഞങ്ങൾക്ക് ആദ്യം അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ കാണുമ്പം തന്നെ ഒരു എൻ്റയർ പ്രോപ്പർട്ടിയുടെ ഒരു വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ താഴെ ഒരു ഫിഷിൻ്റെ ഒരു പോണ്ടുണ്ട്. പിന്നെ അവിടെ ലോബിയിലുണ്ടായിരുന്ന കൂടുതൽ ഫർണിച്ചറുകളെല്ലാം വുഡിൻ്റെ ആയിരുന്നു. സൈഡ് വോൾസിലൊക്കെ നിറയെ മ്യൂറൽ പെയിൻറ്റിങ്സും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കാണാനായിട്ട് കേട്ടോ. ഞങ്ങൾക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തേ. ഞങ്ങളവിടെ ചെക്ക് ഇൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവർ വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവന്ന് തന്നു. അതെല്ലാം കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പം അവർ നമുക്കത് ഫുൾ എൻ്റെ പ്രോപ്പർട്ടീനെ പറ്റിയിട്ടും പിന്നെ അവിടെയുള്ള ആക്ടിവിറ്റികളെ പറ്റിയിട്ടും ഒക്കെ ഒരു ചെറിയൊരു ഇതായിട്ട് ബ്രീഫ് ചെയ്ത് തന്നു കേട്ടോ. ഓരോ കാര്യങ്ങൾ ഏത് ടൈമിലൊക്കെയാണ് എന്നുള്ളതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഒരു ചെറിയൊരു മഴയുണ്ടായിരുന്നു കേട്ടോ. ഒരു നല്ല ഐശ്വര്യം പോലെ വന്നതാണ്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് പോവുകയും ചെയ്തേ. നമ്മളുടെ ബാഗുകളെല്ലാം ഒരു റൂമിലെത്തിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ പോകുന്ന വഴി തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഭയങ്കര എക്സൈറ്റഡും ആയിരുന്നേ. ഇതാണ് നമ്മുടെ റൂം വരുന്നത് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ കയറി വരുമ്പം ഇവിടെ ഈ ഒരു സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത്. പിന്നെ ഇങ്ങനെ ഒരു കോട്ട്, കിങ് സൈസ്. ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ ഇരിക്കാനൊക്കെ ആയിട്ട്. ഓക്കെ, TV, അമ്യൂണിറ്റീസ്. ഇവിടെ ഒരു മിറർ ഉണ്ട്, ഒരു ചെയർ, ടേബിള്. ഈ സൈഡുണ്ട് ഇങ്ങനെയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇതിങ്ങനെ കായൽ വ്യൂ ആയിട്ടുള്ള ഒരു റൂമാണ്. നമ്മൾ 4 റൂമും എടുത്തേക്കുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ വന്ന സമയത്ത് ചെറിയൊരു മഴ ഉണ്ടായിരുന്നേ. ഇപ്പം അതൊന്നുമില്ല, കുറഞ്ഞു നന്നായിട്ട്. ഇനി അപ്പുറത്താണ് പിള്ളേരുടെ ഉള്ളത്. അടിപൊളി. ഇവിടെ നമുക്ക് പെട്ടി വയ്ക്കാനൊക്കെ ആയിട്ടൊരു സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ
കബേർഡ് കാര്യങ്ങളുണ്ട്. ഇതാ ഇങ്ങനെ. ഓക്കേ. പിന്നെ ഇത് ബാത്റൂം. സാധാരണ ഇതാ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അതുകൂടെ ബ്ലാക്ക് അപ്പുറത്തൂടെ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാട്ടോ രമ്യക്ക്. ബാഗിൻ്റെ ഇത് കേട്ടോ, മൊബൈൽ പൗച്ച്, അതിനൊപ്പം തന്നെ ഗ്ലാസ് പൗച്ച്. ഞാനിങ്ങനത്തെ വേറെ ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വരുമ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഈ പേജ് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹാർട്ട്ഫുള്ളി ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത് തന്നത്. ക്ലോത്തിന് ഒട്ടും വെയിറ്റ് ഇല്ലടാ, വെയിറ്റ് ഇല്ല, ഭയങ്കര വെയിറ്റ് കുറവാണ്. ബീഫ് റോസ്റ്റ് അല്ലേ, ബീഫ് റോസ്റ്റ്. പിന്നെ ഇത് ഫിഷാണ്. ആ ഇത് ചിക്കൻ ആണല്ലോ. ചിക്കനാണ്. ഇത് വാവച്ചന്റെ സാൻഡ്വിച്ച്. ഓക്കെ. ഇതാണ് വാവച്ചയൊക്കെ പറഞ്ഞത്. ഇത് കരിമീൻ പൊള്ളിച്ചത്. അതിന്റെ അടിയിലെന്താ? അടിയിലും കരിമീനാ, സെയിം. ഇതെന്തായിരുന്നു? ഇത് പാസ്തയാ. ഇതിലേതാണ് നിന്റെ അല? ഇതായിരിക്കും അല. ഇതെന്തത്? പല അല ഫംഗൈ. ചിക്കൻ വിത്ത് mashed potatoes and mushroom. ഞങ്ങള് റൂമിലേക്കാട്ടോ ലഞ്ച് പറഞ്ഞത്. ഇല്ല, നിങ്ങള് ഇവിടെ ഇരുന്ന് കഴിക്കും മക്കളെ. നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന സ്പേസ് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് പെഡൽ ബോട്ടിംഗ് ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പോണ ആ ഒരു ഏരിയ ഉണ്ട്, അവിടെ കണ്ടോ കുറേ. അവിടെ എനിക്ക് തോന്നുന്നു ടീ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ. അവരൊക്കെ അവിടെ പോയിരുന്ന് ഊഞ്ഞാലാടലും. വൈകുന്നേരം നല്ല രസമാണ് കേട്ടോ ഇവിടെ. ബോട്ടിൽ കയറാനാന്ന് തോന്നുന്നുണ്ട് ആൾക്കാരല്ലേ. ആ ഇവിടെ ഒത്തിരി ബോട്ടുകൾ പോകുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ഇവിടെ നിന്ന് ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സർവീസ് ഉണ്ട്. നമ്മളെന്തായാലും ഇന്ന് എടുക്കാൻ ഇത് പ്ലാൻ ചെയ്തിട്ടില്ല. Hi guys. ഇഷ്ടപ്പെട്ടോ സ്ഥലം? നല്ല സ്ഥലം, നല്ല ആംബിയൻസ്, നല്ല രസം. എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ട് നമ്മളെ റീഫ്രഷ് ചെയ്യുന്നൊരു സ്ഥലം അല്ലേ. ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പിന്നെ ചായയും കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് പോയി കേട്ടോ.
ഇവർക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഹൈറ്റീയുടെ ഒരു സെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ ഉണ്ടായിരുന്നേ. ചെറിയ സ്നാക്സൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഹോട്ട് ചോക്ലേറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു കുട്ടിക്കട സെറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, തട്ടുകട പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് ഫുഡൊക്കെ എടുത്തിട്ട് പോയിരുന്ന് കഴിക്കാനായിട്ടുള്ള നല്ല മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ തന്നെ നനയാതെ പോയിരുന്ന് കഴിക്കാനായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പം ഞങ്ങൾ അവിടെ പോയിരുന്ന് കഴിച്ചു. രണ്ട് കുഞ്ഞു പിള്ളേര് അവിടെ പോയിട്ട് സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുന്നത് കണ്ടു. അയ്യോ, കുഞ്ഞു വാവകളാണേ. ഓടി. കേറാം, കുറച്ച് കഴിഞ്ഞിട്ട് കേറാം. കുറച്ച് കഴിയട്ടെ, കോഫി കുടിച്ചിട്ട് കയറാം. കുറച്ച് കഴിഞ്ഞിട്ട് കയറാം. ആ, പിള്ളേര് കയറിട്ടോ പെഡൽ ബോട്ടിങ്ങിന്. അത് കഴിഞ്ഞിട്ട് ദേ അർജുനും യോഹനും കൂടിയിട്ട് ദേ കയാക്കിങ്ങിന് പോകുന്നുണ്ട്. അവരെത്തിയപ്പോഴത്തേനും ദേ ഹന്നയും സാൻഡ്രയും കൂടി കയറിയിട്ടുണ്ട്. കുട്ടികൾക്ക് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പ പോണ്ടേ? ഇവരിങ്ങനെ ഒരു സ്പേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ, വേണ്ട നമുക്ക് നടക്കാനായിട്ട്. ഞാൻ അവിടെ ഇരുന്നിട്ടേ ഊഞ്ഞാലാടാൻ പോവാം. നോക്കാം. ഇപ്പം ആരുമില്ല, നമുക്ക് ഓടിപ്പോയി ഊഞ്ഞാലാടാം. പുറത്തുനിന്ന് തട്ടിക്കിട്ടടാ, ഉടുപ്പ് ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പയ്യെ സൺസെറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട് കഴിഞ്ഞിട്ട് റൂമിലേക്ക് കയറി പോകാമെന്ന് വിചാരിച്ചേക്കുന്നത്. നല്ല രസമുണ്ട് ഇവിടുന്ന്. ശരിക്കും ആ റേസ് ഇങ്ങനെ വരുന്നത് നമുക്ക് ശരിക്കും കാണാം. മേഘത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പം സണ്ണുള്ളത്. ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക കാണാൻ പറ്റുമെന്ന്. ഞങ്ങളിവിടെയാണ് ഇരുന്നത്. ഇതാ സൺസെറ്റായി. ഞങ്ങൾ പോണ സമയമായപ്പോഴത്തേനും ഇവിടെ എല്ലാവരും ലൈറ്റ് ഓൺ ആക്കി കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫ്രഷായോ? ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നോ. അവിടെയാണ് ഇത് കണ്ടോ, ആ ഭാഗത്താണ് നമ്മുടെ റൂംസ് വരുന്നത്. 4 റൂമും ഈ ലേക്ക് ഫേസ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ രാത്രി ഡിന്നർ കഴിക്കാനായിട്ട് പോകുന്നതാണ് കേട്ടോ. ലഞ്ച് ഞങ്ങൾ റൂമിലേക്ക് ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. രാത്രി ഡിന്നർ
ഇവിടെ വന്ന് റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. റെസ്റ്റോറൻറ്റ് ചുറ്റുമുള്ള ഒരു ഏരിയ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അവിടെ ആ ഭാഗത്തായിട്ടാട്ടോ റെസ്റ്റോറൻ്റ് ഉള്ളത്. നല്ലൊരു ആംബിയൻസ് ആണ്, മൊത്തത്തിൽ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല രസമാണ് കാണാനായിട്ട്. നമ്മളുടെ ഡിന്നർ കഴിക്കലെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം. താറാവ് കറി ഒരു രക്ഷയുണ്ടായിരുന്നില്ല. താറാവ് റോസ്റ്റ്, ഡക്ക് റോസ്റ്റ് സൂപ്പറായിരുന്നു. ഇനി സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങണം. അപ്പം ഇനി നേരം വെളുത്തിട്ട് കാണാം. ഹലോ, കഴിഞ്ഞില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. 9:30 ഇങ്ങനെയുണ്ട് രാവിലെ നോക്കുമ്പോഴുള്ള വ്യൂ. ഗുഡ് മോർണിംഗ്. അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന്. ഇങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇവിടെ സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്. കുറേ നേരമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേശ്ശെയൊക്കെ ആൾക്കാർ വന്നു തുടങ്ങി. ഇന്നലെ പെഡൽ ബോട്ടിംഗ് ഒന്നും ചെയ്തില്ലല്ലോ, അപ്പോൾ ഇന്നൊന്ന് പറ്റുവാണെങ്കിൽ ഇന്ന് ചെയ്യണം എന്നുണ്ട്. നല്ല ഇതാണ്. രാവിലെ പോയി നേരത്തെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. സമയം 9:30. 10:30 അത് ക്ലോസ് ആവും. വേഗം പോട്ടെ. ഗുഡ് മോർണിംഗ്. കഴിച്ചാലോ? പോയിട്ട് കഴിക്കാം. റെഡിയല്ലേ രമ്യ? ഒരാളകത്തുണ്ട്, വരുന്നു. ഗുഡ് മോർണിംഗ്. കഴിക്കാം അല്ലേ? അപ്പുറത്ത് ഞാൻ എടുത്തിട്ട് വരാം. പിള്ളേര് സ്റ്റേ ചെയ്യുന്നത് തൊട്ടിപ്പുറത്താണ് കേട്ടോ. 2 റൂം അവരുടെ തന്നെയാണ്. ഏതാ പരിപാടി ഇവിടെ? Which movie? Obsession. അപ്പൊ എപ്പോഴാ അങ്ങോട്ട് വരുന്നേ? ഓക്കെ. ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ട് റൂമിലേക്ക് എത്തിയതേ ഉള്ളൂ കേട്ടോ. എന്താ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചതെന്നറിയോ? എന്താ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചതെന്നറിയാമോ? കഞ്ഞി, പഴങ്കഞ്ഞി, കപ്പ, അച്ചാറ്, ചമ്മന്തി, അതിൻ്റെ പുറത്ത് മോരുകറി, പയറുതോരൻ, പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഇതിൽ. ഭയങ്കര കണ്ടപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. അതെടുത്തു. പിന്നെ കുറേ സാധനമുണ്ട്, പൊട്ടും പൂരി, അങ്ങനത്തെ കുറേ ഐറ്റംസുകളുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വൈകുന്നേരത്തിന് നമ്മൾ കുറച്ച് നാടൻ കള്ള് കിട്ടുമോ ചോദിച്ചിട്ടുണ്ട്. അതിനെ കുറച്ച് വെറൈറ്റി ഫുഡും കാര്യങ്ങളും, ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. അത് റെഡിയാക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാവേ. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് തീർന്നു. ഇനി അടുത്ത ഇവിടെ ഇതുണ്ട്, മസാജുണ്ട്. നമുക്ക് ലെഗ്, ഹെഡ്, പിന്നെ ഫുൾ ബോഡി മസാജ്, അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഒരു 6 മണിക്ക് ശേഷം കുക്കിംഗ് ക്ലാസ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം സമയം കിട്ടുന്ന പോലെ അതൊക്കെ ഓരോന്ന് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നു കേട്ടോ. അവിടെ ഭയങ്കര തിരക്കാണ്. നമ്മളിപ്പം ടൈം സ്ലോട്ട് എടുത്ത് ബുക്ക് ചെയ്തിട്ട് പോകുന്നു കേട്ടോ.
കുട്ടികൾക്ക് 2 പേർക്കുമുള്ള ഹെഡ് മസാജിൻ്റെ ഇത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫുഡ് മസാജിന് നമ്മൾ നേരത്തെ ഒന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈവനിങ് ഒരു 4 o'clock ബുക്ക് ചെയ്തിട്ട് പോകുന്നത്. ഇവിടെ ഇത് കണ്ടോ, ലൈബ്രറിയും അങ്ങനത്തെ കുറച്ച് സ്ഥലം ഇതുമുണ്ട് ഈ ഒരു സെക്ഷൻ കണ്ടോ. ഇങ്ങോട്ടൊന്ന് കയറി നോക്കാമെന്ന് വിചാരിക്കും. ഇതൊന്ന് സോവിനിയേഴ്സൊക്കെ ഉണ്ടോയെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട്. ഇത് ഗെയിം റൂം പോലെയാ. ഇതിൻ്റെ ഈ ഒരു സൈഡാട്ടോ ഇവിടെ പൂളൊക്കെ വരുന്നത്. ഇത് കണ്ടോ, പിള്ളേരവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ബേബി പൂളും ഉണ്ട്, അല്ലാണ്ടുള്ളതും ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇതാ വ്യൂ. അവിടെ നമ്മൾ പെഡൽ ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പുറത്തോട്ട് കായലും. ഇങ്ങോട്ട് ഇതിൻ്റെ മുകളിൽ ഈ ഭാഗത്തോട്ടൊക്കെ ആയിട്ടാണ് ജിമ്മ് വരുന്നത്. തണലുള്ള സ്ഥലം നോക്കിയിട്ട് ഇരിക്കണേ. $4 ഞങ്ങൾ റൂമിൽ പോവുക. ചേട്ടന്മാർ ക്ലീൻ ആക്കുന്നതുണ്ടോ, അവരിങ്ങനെ വഞ്ചിയിൽ നടന്ന് അത് മുഴുവൻ ക്ലീൻ ആക്കുക കംപ്ലീറ്റ്. ഇത് കണ്ടോ, അവിടെ അവരവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇങ്ങനെ ക്ലീൻ ആക്കുന്ന. ചേച്ചിമാർ രാവിലെ തൊട്ടേ ഇരുന്ന് പറിക്കാൻ തുടങ്ങിയതാ. ഈ ഫ്രെയിം നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ ഇത് ഇത്രയും നീറ്റായിട്ട് കിടക്കുന്നത് കൊണ്ടും കൂടിയാ. ഈ സൈഡിൽ ഈ മഞ്ഞ പൂക്കൾ കണ്ടോ, അത് നല്ല, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആ താഴെയുള്ള ആ ഭാഗമില്ലേ, അങ്ങോട്ടുള്ള ചെടികളാണെന്ന് തോന്നുന്നുണ്ട്. ആ ചേട്ടന്മാർ വഞ്ചിയിലിരുന്നിട്ടൊക്കെ കട്ട് ചെയ്ത് നീറ്റാക്കുന്നുണ്ടായിരുന്നത്. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ റൂംസ് വരുന്നത്. ഈ എൻ്റെയർ പ്രോപ്പർട്ടി കൂടെ നടക്കാൻ നല്ല രസമാണ്. ഇപ്പോൾ നല്ല വെയിലുണ്ട്. ഈ ഓണത്തിൻ്റെ ടൈം ആയതുകൊണ്ടുണ്ടല്ലോ, അതേ നിറയെ തുമ്പികളാ. തുമ്പികളുണ്ട്. ഇത് കണ്ടോ, ഇത് കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇതിലൊക്കെ നിറയെ തുമ്പികൾ. ഓണത്തിൻ്റെ ടൈം ആയതുകൊണ്ട് നിറച്ച് തുമ്പിയുണ്ട് ഇവിടെ. ഈ ഫ്ലവേഴ്സും ഇത്രയും നിൽക്കുന്ന കാരണം കൊണ്ടായിരിക്കും. പോയി എൻ്റെ ഇടയിലോട്ട് പോയി. ഞങ്ങൾ 4 മണിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലെഗ് മസാജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന്. അടിപൊളിയായിരുന്നു. അവിടെ പോയി കിടന്ന് സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങി. നല്ല സുഖമായിരുന്നേ. ഇനിയിപ്പോൾ ചെന്നിട്ട് വേണം ഇവരുടെ അടുത്തൊന്ന് പോകാനായിട്ട് പറയാൻ. ആണുങ്ങൾ അവർ ബുക്ക് ചെയ്തിട്ടില്ല. പിള്ളേർ ഹെഡ് മസാജൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവരതൊക്കെ ചെയ്തു. അതും നല്ല അടിപൊളിയായിരുന്നു. അല്ല, അവരോടൊന്നും പറയാം, സൂപ്പറായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റ് നിൽക്കുക. ഇനിയാണ് ബോട്ടിങ്ങിനൊന്ന് പോകാനായിട്ട്. നല്ല സുഖമായിരുന്നു. നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. അതുകൊണ്ട് ക്ലൈമറ്റ് നല്ല അത്യാവശ്യം ചൂടൊക്കെ കുറഞ്ഞു, ഒന്ന് തണുത്തു. ഇനി നമുക്ക് ബോട്ടിങ്ങിന് പോകാം അല്ലേ, 5 മണിക്ക്.
വൈകുന്നേരം 7:30 വരെ എന്തോ ഉണ്ട് ഇവർ. അപ്പം അത് കഴിഞ്ഞ് വന്നാൽ വേണമെങ്കിൽ അവരോടൊന്ന് കയറാൻ പറയാം. പിന്നെ ഇവരുണ്ടല്ലോ ലെഗ് എണ്ണ വെച്ചിട്ടാണ് മസാജ് ചെയ്യുന്നത്. നല്ല സുഖമുണ്ട് കേട്ടോ. നന്നായിട്ട് കാലിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ചൂട് വരുത്തുന്ന മാതിരി നല്ലോണം പ്രഷർ പോയിൻറ്റ്സിലൊക്കെ പിടിച്ച് എനിക്കിഷ്ടം. ഞാൻ ഇടയ്ക്ക് കുഴിച്ചിരുന്ന് പോകുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. നല്ല മസാജാണ് കേട്ടോ. ഈവനിങ് ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ബോട്ടിങ്ങിന് പോയി കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ബോട്ടിങ്ങിൻ്റെ ടൈമിലൊക്കെയാണ് ഈ റിസോർട്ടിൽ ഇത്രയും ആൾക്കാരുണ്ട് എന്ന് തോന്നുക. അത്രയും ആൾക്കാരുണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു ട്രിപ്പാണ് ഞങ്ങൾ കയറിയത്. ഒരു 5 o'clock ഒക്കെ ആകുമ്പോഴത്തേനും ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഒരു ടോട്ടൽ ഒരു 30 minutes ഒരു ഡ്രൈവായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമുക്കിങ്ങനെ വെറുതെ റിലാക്സ് ചെയ്തിരിക്കാനായിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ഈ റിസോർട്ടിൽ. അതുകൊണ്ട് സമയം പോയതുപോലും ഞങ്ങൾ അറിഞ്ഞില്ല. ഫിഷിങ്ങും കുക്കിങ്ങിൻ്റെ ക്ലാസ്സും ഇതിനൊന്നിനും ഞങ്ങൾ പോയില്ല. സത്യം പറഞ്ഞാൽ ആ കാര്യമൊക്കെ ഞങ്ങൾ മറന്നേ പോയി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും റിലാക്സ്ഡ് ആയിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയിട്ട് സൺസെറ്റ് പോയിരുന്ന് കണ്ടു. വേറെ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മളൊന്ന് പയ്യെ ഇങ്ങനെ വാക്ക് ചെയ്തു. അങ്ങനെയൊക്കെ നടന്ന് ടൈം സ്പെൻഡ് ചെയ്ത് കളയുമായിരുന്നു കേട്ടോ. സത്യമായിട്ടും പറയുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ ഫിഷിംഗ് ഉണ്ട് എന്നുള്ള കാര്യമെല്ലാം മറന്നേ പോയി. ഞങ്ങൾ ഇത്ര നേരം അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഇന്നലത്തെ പോലെ തന്നെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇരുന്നു. ഇപ്പോൾ സൺസെറ്റൊക്കെ കഴിഞ്ഞു. സ്കൈ കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി. ഫുള്ള് ഇങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡിൽ കിടക്കുക. അവിടെ നമ്മൾ ഇന്ന് ഡിന്നർ അവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതവരിങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ചൊരു 1/2 hour കഴിയുമ്പം ഡിന്നർ സെറ്റാവും. കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് എനിക്ക് ആ പാട്ട് അധികം സമയം പ്ലേ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അടിപൊളി ഒരു ആംബിയൻസ്, നല്ല കിടിലൻ നാടൻ പാട്ടുകളൊക്കെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ നേരത്തെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, അതുകൊണ്ടാണ് അവരിങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പുറത്തു പോയി ഏതെങ്കിലും നല്ല ഷാപ്പ് പോലത്തെ ഇതുണ്ടോയെന്നാണ് അവരോട് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു പുറത്തു പോയി കഴിക്കുമ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ അത് ഫുള്ള് സെറ്റപ്പാക്കി തരാം എന്നാണ് പറഞ്ഞത് കേട്ടോ. ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എല്ലാവരോട് പറഞ്ഞാൽ നമുക്ക് വെച്ച് തരും. അതൊക്കെ വരാൽ ഫ്രൈ ആണ് കേട്ടോ. വരാൽ ഫ്രൈ, ഞണ്ട്, പിന്നെ ചെമ്മീൻ, ചെറിയ മീൻ, പിന്നെ മീൻ കറി, കപ്പ, കള്ളപ്പം, അങ്ങനെ നമ്മൾ കുറേ ഐറ്റംസുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കരിമീൻ ഫ്രൈ, എന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. കുറേ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൊണ്ടുവന്നു. ഫുഡെല്ലാം എനിക്ക് തോന്നുന്നു കറക്റ്റ് ഫുഡ് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് എനിക്ക് മനസ്സിലായോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം എല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പിന്നെ അധികം താമസിച്ചൊന്നുമില്ല. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി വേഗം. നൈറ്റൊക്കെ കുറച്ച് നേരം ഇരുന്നു. ഒരു 2 മണി 3 മണി വരെയൊക്കെ ഞങ്ങൾ പാട്ടുമൊക്കെ പാടി എൻജോയ് ചെയ്ത് റൂമിലിരുന്നതിന് ശേഷമാണ് കേട്ടോ പിരിഞ്ഞത്. ഇത് നേരം വെളുത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. എല്ലാ റിസോർട്ടിലും ഉള്ള പോലെയെന്ന് ഞാൻ പറയില്ല കേട്ടോ. അതിനെ കഴിഞ്ഞും കുറച്ചും കൂടി നല്ല വലിയൊരു സ്പ്രെഡ് ഉണ്ടായിരുന്നു ഇവർക്ക്. നാടൻ ഫുഡൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും പഴങ്കഞ്ഞിയും അതിൻ്റെ ബാക്കി ഐറ്റംസുകളും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്ത് ഫുഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ലൈവ് കൗണ്ടറുകളും ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ദോശ, ഓംലെറ്റ് അതുപോലെയുള്ള സാധനങ്ങൾക്കൊക്കെ ലൈവായിട്ടും നമുക്ക് ചെയ്തു തരും കേട്ടോ. അപ്പം അവിടെ നിന്ന് അതെല്ലാം കഴിച്ചിട്ട് ഇറങ്ങി. ഒരു 11 ഒക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ചെക്കൗട്ടിനുള്ള ഇത് കൊടുത്തു കേട്ടോ. ഞങ്ങളുടെ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങുമ്പം തന്നെ ഇവിടെ ഒരു മരം നിൽക്കുന്നുണ്ടായിരുന്നു. അതുമ്പോൾ നിറയെ ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു കാ പോലെ ഉണ്ടായിരുന്നു. ഞാനത് മുഴുവൻ ഇറങ്ങുന്ന സമയത്ത് പറിച്ചെടുത്തു. എന്തെങ്കിലും ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കേട്ടോ നമുക്ക് വീട്ടിൽ വെക്കാം എന്ന് വിചാരിച്ചിട്ട്. ഇതാണ് അത് കണ്ടോ. ഇതിൽ നിറച്ച് മീനുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കണ്ടു നിൽക്കാനായിട്ട്. വലിയ വലിയ ഫിഷ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. ഇതൊരു റിസപ്ഷൻ്റെ ഭാഗമാണ് കേട്ടോ.
അപ്പുറത്ത് നല്ല രസമുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, ഞാൻ അതും കൂടി കാണിച്ചു തരാവേ.